ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. അതായത് റാൻഡം ആയിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചൂസ് ചെയ്താണ് 2233/2023. ഇത് നമ്മുടെ ഗാന്ധി ബോർഡ് LDCയുടെ തേർഡ് ഫേസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പം എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കറക്റ്റ് LDC പ്രിലിംസിന്റെ സിലബസ് ആണ്. അപ്പം നമുക്ക് ആ ഒരു 100 മാർക്കും മാത്സ് ഉൾപ്പെടെയുള്ള 100 മാർക്കും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പുതിയതായിട്ട് വരുന്ന കാര്യങ്ങൾ, അതായത് മാറിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പുതിയ ആൾക്കാരെയും വെച്ച് പഠിച്ച് നമുക്കൊരു മോക്ക് ടെസ്റ്റ് പോലെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജീവിത സമരങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയത് ആരാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ആരാണ് ജീവിത സമരങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയത്? അത് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് ജീവിത സമരങ്ങൾ. അപ്പൊ പഠിച്ചു വെക്കുക, ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് ആര്? കേരള സിംഹം എന്നറിയപ്പെടുന്ന ആരാണ്? പഴശ്ശിരാജാവാണ് അല്ലെ. എന്ന കൃതിയുടെ കർത്താവ് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? സർദാർ KM പണിക്കരാണ്. ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? ചന്ദ്രയാൻ 2വിന്റെ സമയത്ത് K ശിവനായിരുന്നു. ചന്ദ്രയാൻ 3യുടെ സമയത്ത് S സോമനാഥാണ്. എങ്കിൽ നിലവിൽ ആരാണ്? നിലവിൽ ഡോക്ടർ V നാരായണനാണ് ആര്? നിലവിലെ ISROയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിൽ സമൂഹശാസ്ത്രം എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയിലാണ്? ഏതാണ്? ബോംബെ യൂണിവേഴ്സിറ്റിയിലാണ് സോഷ്യോളജി എന്ന പഠനശാഖ ആദ്യമായിട്ട് ആരംഭിച്ചത്. ബോംബെ യൂണിവേഴ്സിറ്റിയാണ്. വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടനയാണ് ഏത്? മസ്ദൂർ കിസാൻ ശക്തി സംഘടന. കണ്ട, ഇവിടെ മസ്ദൂർ കിസാൻ പാർട്ടി എന്നുണ്ട്, പക്ഷെ ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ്. നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ആളാണ് ആര്? അരവിന്ദ് പനഗരിയ. അപ്പോൾ നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ്? അത് BVR സുബ്രഹ്മണ്യമാണ്. BVR സുബ്രഹ്മണ്യമാണ് നിലവിലെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇനി നിലവിലെ വൈസ് ചെയർമാൻ ആരാണ്? അത് സുമൻ ബറിയാണ്. നിലവിലെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് സുമൻ ബറിയാണ്. ഇന്ത്യയിൽ ചരക്കു സേവന നികുതി നിലവിൽ വന്നത് എപ്പോഴാണ്? ചരക്കു സേവന നികുതിയാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാണ്? 1 ജൂലൈ 2017 ചരക്കു സേവന നികുതി നിലവിൽ വന്നത്. 2019 ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളിയാണ് ആര്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഇപ്പൊ ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ ആരാണ്? അതേപോലെ MTയുടെ, നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കേണ്ടതാണ്. MTയുടെ കൃതികളും അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക. കാര്യം അദ്ദേഹം അന്തരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചോദ്യം കയറി വരാൻ ചാൻസ് ഉണ്ട്. ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരമാണ് ആര്? നീരജ് ചോപ്ര അല്ലെ. ജാവലിൻ ത്രോ എന്ന് കാണുമ്പോഴേ നമുക്കറിയാം അത് നീരജ് ചോപ്രയായിരുന്നു എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ അദ്ദേഹത്തിന്റെ പാരീസ് ഒളിമ്പിക്സ് പഠിക്കണം. പാരീസ് ഒളിമ്പിക്സിൽ അദ്ദേഹത്തിന് വെള്ളി മെഡലായിരുന്നു. സ്വർണ്ണ മെഡൽ നേടിയത് ഒരു പാകിസ്ഥാനിയാണ്. ഒക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അതേപോലെ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണവും കേരളത്തിൽ നിന്ന് 7 മലയാളികളാണ് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തിരുന്നത്. അതേപോലെ 6 മെഡലാണ് ഇന്ത്യക്ക് ലഭിച്ചത്. ഒക്കെ നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പാരീസ് ഒളിമ്പിക്സും കൂടി ഒന്ന് വായിച്ചിട്ട് പോകണം. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗിക്കുന്നത് തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് എന്താണ്? വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് എന്ത്? എക്സൈസ് വകുപ്പാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഉണർവ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീരസമതലയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഇങ്ങനെയല്ലേ. അതില് ഏതൊക്കെ വരുന്നുണ്ട്? ഇവിടെ പടിഞ്ഞാറൻ തീരസമതലം വരുന്നുണ്ട്. ഇവിടെ എന്താണ്? കിഴക്കൻ തീരസമതലം വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത്. കിഴക്കൻ തീരസമതലമാണ്. കിഴക്കൻ തീരസമതലം വരുമ്പോൾ എന്തൊക്കെ വരും? ഇവിടെ നോക്കിക്കേ, അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ അത് ഏതാണ്? പടിഞ്ഞാറൻ തീരസമതലമാണ്. ഓക്കെ, ഇനി താരതമ്യേന വീതി കുറവ് എവിടെയാണ്? അതും പടിഞ്ഞാറൻ തീരസമതലമാണ്. പടിഞ്ഞാറനാണ്. വീതി കൂടുതലാണ് എന്ത്? ഈ പറയുന്ന കിഴക്കൻ തീരസമതലത്തിന്. ഡെൽറ്റകൾ കാണപ്പെടുന്നു. അതെവിടെയാണ്? കിഴക്കൻ തീരസമതലത്തിലാണ് ഡെൽറ്റകൾ കാണപ്പെടുന്നത്. സുന്ദരവനം പ്രദേശം മുതൽ കന്യാകുമാരി, സുന്ദരവനം എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളാണ്, അവിടെ മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന ഏതാണ്? കിഴക്കൻ തീരസമതലമാണ്. അപ്പൊ ആൻസർ വരേണ്ടത് ഏതാണ്? 3ഉം 4ഉമാണ്. ഈ കിഴക്കൻ തീരസമതലവും പടിഞ്ഞാറൻ തീരസമതലവും തമ്മിലുള്ള വ്യത്യാസം 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അതിൽ പറയുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും തമ്മിലുള്ള വ്യത്യാസം. അതും കൂടി ഒന്ന് വായിച്ചിട്ട് വേണം പോകാൻ. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? മൗണ്ട് K2. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയത് മൗണ്ട് K2. നെക്സ്റ്റ് എന്താന്ന് നോക്കിക്കേ പറഞ്ഞിരിക്കുന്നത്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏത്? ഗോദാവരി അല്ലെ. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയതാണ്. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്
ഇന്ത്യയിലെ നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. അങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് ആണ് ഗോദാവരിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറ്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏതാണ്? കോട്ടണോപോളിസ്. ഏതാണ് കോട്ടണോപോളിസ് എന്ന് പറയുന്നത്? നമുക്കറിയാം, അത് മുംബൈ ആണ് കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ജലപാതയാണ് നാഷണൽ വാട്ടർവേ 3, അല്ലെ? കൊല്ലം ടു കോട്ടപ്പുറം നാഷണൽ വാട്ടർവേ 3 ആണ്. താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? താരാപൂർ. എവിടെയാണ് താരാപൂർ? അത് മഹാരാഷ്ട്രയിലാണ്. പാരമ്പര്യ ഊർജ സ്രോതസ്സാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് പാരമ്പര്യമായിട്ട് നമുക്ക് ലഭിക്കുന്നത്? കൽക്കരിയാണ്. പാരമ്പര്യ ഇതരമാണ് സൗരോർജം, വേലിയോർജം, ജൈവവാതകം എന്നിവയെല്ലാം. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല? ആദ്യത്തേതാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത സ്ഥലം എവിടെയാണ്? ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്ത് അത് ദിഗ്ബോയ് ആണ്. ഏറ്റവും വലിയ പെട്രോളിയം ഖനി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് മുംബൈ ഹൈ ആണ്. ഏറ്റവും വലിയ കൽക്കരി ഖനിയാണെങ്കിലോ അത് ജാരിയയാണ്. ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ, ധാതു കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ധാന്യ കലവറയാണെങ്കിലോ അത് ഉത്തര മഹാസമതലമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ പെടാത്തതേത്? ഉൾപ്പെടാത്തതാണ് നമുക്ക് വേണ്ടത്. എന്താണ്? നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കണം, അല്ലെ? നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? നിവിയ എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്, അല്ലെ? 14, 15, 16. ഇതെന്താണ്? നിയമത്തിന് മുന്നിൽ തുല്യത, പിന്നെ വിവേചനം, പിന്നെ എന്താണ്? അവസര സമത്വം. അടുത്തേതാണ്? നിയമത്തിന് മുന്നിൽ. പിന്നെ എന്താണ്? പൊതു നിയമങ്ങളിൽ അവസര സമത്വം. തൊട്ടുകൂടായ്മ അതേതാണ്? ആർട്ടിക്കിൾ 17 ആണ്. അവസര സമത്വം ആർട്ടിക്കിൾ 16 ആണ്. നിയമത്തിന് മുന്നിൽ തുല്യ അവകാശം അത് ആർട്ടിക്കിൾ 14 ആണ്. കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണമാണ് എന്ത്? സമത്വത്തിനുള്ള അവകാശത്തിൽ പെടാത്തത്. ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെ പറ്റി പറയുന്നത്? മൗലിക കർത്തവ്യങ്ങൾ ഭാഗം 4A ഭാഗം 4A മൗലിക കർത്തവ്യങ്ങളെ പറ്റി പറയുന്നത്. നമുക്കറിയാം ആർട്ടിക്കിൾ 51A ആണ് മൗലിക കർത്തവ്യങ്ങൾ. ഏതാണ്? 42-ലെ 76-ലെ 42ാം ഭേദഗതി പ്രകാരമാണ് 10 മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നത്. ഇപ്പോൾ നിലവിൽ 11 മൗലിക കർത്തവ്യങ്ങളുണ്ട്. ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറമാണ് എന്ത്? വെള്ള എന്ന് പറയുന്നത്. 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? ഏതാണ്? ഹിന്ദി ഭാഷയാണ് കേട്ടോ. അതായത് ജനഗണമന എഴുതിയിരിക്കുന്നത് ബംഗാളി ഭാഷയാണെങ്കിലും അതിന് അംഗീകാരം നൽകിയിരിക്കുന്നത് ഹിന്ദി ഭാഷ. ഇതാണ് നമ്മുടെ PSCയുടെ ഫൈനൽ കീ ആണ്. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? അത് വന്ദേ മാതരമാണ്. ഇന്ത്യൻ ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് എന്നാണ്? 1993 ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടതാണ്, ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മതേതരത്വം എന്ന് അർത്ഥമാക്കുന്നത് എന്താണ്? മതേതരത്വം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല, ഇന്ന മതം മാത്രമേ ഫോളോ ചെയ്യാവൂ. അതായത് ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷമാണ് ഏത്? 1955. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരായിരുന്നു? ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? ജസ്റ്റിസ് V. രാമസുബ്രഹ്മണ്യനാണ് ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന? 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകി, അല്ലെ? സ്വരാജ് പാർട്ടി നമുക്കറിയാം ആരാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നാണ് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകുന്നത്. 22 ചൗരി ചൗര സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് അതിലാണ് അവരെന്ത് ചെയ്യുന്നുണ്ട്? 1922 ഡിസംബറിലെ ഗയാ സമ്മേളനത്തിൽ CR ദാസിന്റെ അധ്യക്ഷതയിലുള്ള ഗയാ സമ്മേളനത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്? അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയും 23 ഒരു സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകുകയും ചെയ്യുന്നത്. അപ്പൊ എന്താണ്? ഒന്ന് അതുമായിട്ട് ബന്ധമുള്ളതല്ല. 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന സംഘടന രൂപീകരിച്ചതും ഇദ്ദേഹമല്ല. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് എറിഞ്ഞതായിട്ട് ബന്ധപ്പെട്ടതാണ് ആര്? നമ്മുടെ ഭഗത് സിംഗ് വരുന്നത്. അപ്പൊ ആൻസർ വരേണ്ടത് 1ഉം 2ഉം ആണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് വേണ്ടത്. എന്താണ് നോക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരമാണ്. ശരിയാണ്. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നിവ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചത് തെറ്റാണ്.
ബ്രിട്ടീഷ് സർക്കാർ സ്റ്റഫോർഡ് ക്രിപ്സിന് കീഴിൽ ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത് ക്രിപ്സ് മിഷനൊക്കെ വരുന്നത്. അപ്പൊ എന്താണ്, ഇത് മാത്രമാണ് ഇവിടെ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്. മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ശരിയാണ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് നമ്മൾ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. ആസാദിന്റെ പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. നയി താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി രൂപകൽപ്പന ചെയ്തത് ആരാണ്? അത് നമ്മുടെ ഗാന്ധിജിയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി 4 മാത്രമാണ് മൗലാന അബ്ദുൽ കലാം ആസാദുമായിട്ട് ബന്ധമില്ലാത്തത്. സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉൾപ്പെടാത്തത്? അഭയാർത്ഥി പ്രവാഹം, വർഗീയ ലഹള, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഇത് മൂന്നുമായിരുന്നു മെയിൻ ആയിട്ടുണ്ടായിരുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ, അത് വലിയ കാര്യമായിരുന്നില്ല. പക്ഷെ ഇത് ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന 3 ഫാക്റ്റ് ആണ്. ഇത് ഇങ്ങനെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പൊ ഏതാണ്? ഓപ്ഷൻ സി 3 മാത്രമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിന്റെയും കലയുടെയും വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രസ്താവനയുമായി യോജിക്കാത്തവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 1916 DK കാർവേ ഇന്ത്യൻ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. ശരിയാണ്. ഇത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ച വ്യക്തി ആരെന്നായിരുന്നു. അത് DK കാർവേയാണ്. വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചു. ഇതും ശരിയായ പ്രസ്താവനയാണ്. പക്ഷെ ഇത് ഏത് സമയത്താണ്? 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി. അത് നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടമായിട്ട് ബന്ധമില്ല. ഇത് ബന്ധമില്ലാത്തതാണ്. രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല 1921 അപ്പൊ ഇതും ആ സമയത്ത് വരുന്നതാണ്. മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നു. ഇത് 1930 അപ്പൊ ഏതാണ് ആൻസർ? നമുക്ക് വേണ്ടത് യോജിക്കാത്തതാണ്. 2 മാത്രമാണ് യോജിക്കാത്തത്. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ, ഇവിടെ ഏതാണ്? നമുക്ക് ശരിയായ ജോഡികളാണ് വേണ്ടത്. ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? നേഷൻ എന്ന പത്രം ഗോപാലകൃഷ്ണ ഗോഖലെയുടേതാണ്. കേസരിയും മറാത്തയും ബാലഗംഗാധര തിലകന്റെയാണ്. കഴിഞ്ഞ 2 പരീക്ഷകളിൽ ചോദിച്ചതാണ് കേസരി, മറാത്ത ഈ പറയുന്ന പത്രങ്ങള്. വോയിസ് ഓഫ് ഇന്ത്യ ആരുടേതാണ്? ദാദാഭായ് നവറോജിയാണ് വോയിസ് ഓഫ് ഇന്ത്യ. വന്ദേ മാതരം ലാലാ ലജ്പത് റായു ഉണ്ട്, ബിപിൻ ചന്ദ്രപാലുണ്ട്, അല്ലെ? ഇവരൊക്കെ വന്ദേ മാതരം എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഏതാണ് നമുക്കിവിടെ വേണ്ടത്? വോയിസ് ഓഫ് ഇന്ത്യ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാ തന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടത് ശരിയല്ലേ? അപ്പൊ 1ഉം 4ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങളിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഗദ്ദാർ പാർട്ടി ആരാണ്? ഗദ്ദാർ പാർട്ടി അത് ലാലാ ഹർദയാൽ ആണ്. ലാലാ ഹർദയാൽ. അപ്പൊ ഇത് തെറ്റാണ്. 1 തെറ്റാണ്. നേരെ ഓപ്ഷനിലേക്ക് പോകുക. നമുക്ക് വേണ്ടത് ശരിയായ ജോഡിയല്ലേ? 1 ഉള്ളതൊക്കെ അങ്ങ് കട്ട് ചെയ്തേക്കുക. പിന്നെ നോക്കുക, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി CR ദാസും മോത്തിലാൽ നെഹ്റുവും എന്തായിരുന്നു? സ്വരാജ് പാർട്ടിയാണ്. ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ജയപ്രകാശ് നാരായണാണ് എപ്പോഴും ചോദിക്കുന്നത് കേട്ടോ. ജയപ്രകാശ് നാരായൺ. വേറെയും ആൾക്കാരുണ്ട്. രാം മനോഹർ ഉണ്ട്, അതേപോലെ ആചാര്യ നരേന്ദ്രദേവ് ഒക്കെ ഉണ്ട്. പക്ഷെ ജയപ്രകാശ് നാരായണന്റെ പേരാണ് എപ്പോഴും ചോദിക്കുന്നത്. അപ്പൊ എന്താണ്? ഇതും തെറ്റാണ്. ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ് ആണ്. AITUC NM ജോഷി, ലാലാ ലജ്പത് റായ് ആണ്. ഇത് 2ഉം ശരിയാണ്. ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി 3ഉം 4ഉമാണ്. ദാദാഭായ് നവറോജിയെ പറ്റി തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ച സംബന്ധിച്ച ചോർച്ചാ സിദ്ധാന്തം ദാദാഭായ് നവറോജി നമ്മൾ പഠിക്കുന്നതാണ്. കോൺഗ്രസിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നൽകിയത് അദ്ദേഹമാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികനാണ്. INCയുടെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് WC ബാനർജിയാണ്. അപ്പൊ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി 4 മാത്രമാണ് ഇവിടെ തെറ്റായത് വരുന്നത്. സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനയാണ് വേണ്ടത്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് 1986 ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് തെറ്റാണ്. 1 തെറ്റാണ്. 1 ഉള്ളതങ്ങ് കട്ട് ചെയ്തോ. ഇനി സെക്കൻഡറി വിദ്യാഭ്യാസമേ 1 തെറ്റാണ്. അപ്പോൾ ഇവിടെ എല്ലാം ശരിയാണെന്നുള്ള ഓപ്ഷനും തെറ്റാണ് അല്ലെ? അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 2ഉം 3ഉമാണ്. ഓക്കെ അല്ലേ? സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ പറ്റിയുള്ള പഠനമാണ് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. 10+2+3 മാതൃകയിലാണ് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. ഇതും ശരിയാണ്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആരുടേതാണ്? അത് രാധാകൃഷ്ണ കമ്മീഷനാണ്. രാധാകൃഷ്ണ കമ്മീഷനാണ് UGC പറയുന്നത്. ഇതും തെറ്റാണ്. അപ്പൊ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി 2ഉം 3ഉമാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 40ാമത്തെ ക്വസ്റ്റ്യൻ. അരുണ ആസിഫ് അലി എന്താണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ സജീവ നായികയാണ് അരുണ ആസിഫ് അലി അല്ലെ? ക്വിറ്റ് ഇന്ത്യ സമര നായികയാണ് അരുണ ആസിഫ് അലി. മാഡം ഭിഖാജി കാമ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയ വ്യക്തിയാണെന്ന് നമ്മുടെ
ആരെ മാഡം ഭിക്കാജി ഗാമ. പണ്ഡിത രമാബായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചതും ആരാണ്? പണ്ഡിത രമാബായി ആണ്. ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചത് ബോംബെയിൽ ശാരദാ സദൻ ആരംഭിച്ചത് ആരെന്നുള്ളതായിരുന്നു കേട്ടോ. നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായത് കണ്ടെത്താൻ. 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിക്കുന്നത്. ഓക്കെ, അത് ശരിയാണ്. ശങ്കരാചാര്യൻ ജനിക്കുന്നത് 788 1553 കൂനംകുരിശ് സത്യം അല്ല, 1653 കൂനംകുരിശ് സത്യം. ഇതെന്താണ്? തെറ്റാണ്. 3 തെറ്റാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി 1, 2, 4 ഇവിടെ ശരിയായത്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസിരിസ് തുറമുഖം അപ്രത്യക്ഷമാവുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്തത് 1341. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. തീരപ്രദേശമില്ലാത്ത ജില്ലകളാണ് ഏതൊക്കെ? വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട, ഇടുക്കി അല്ലെ? ഇതൊക്കെയാണ് തീരപ്രദേശമില്ലാത്ത ജില്ലകൾ. ശരിയാണ്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല തിരുവനന്തപുരമല്ല, അത് മലപ്പുറമാണ്. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ്. കേരളത്തിലെ ഏക കന്റോൺമെന്റ് ആണ് എന്ത്? കണ്ണൂർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഏതാണ് നമുക്ക് തെറ്റെന്ന് പറയുന്നത്? ഓപ്ഷൻ ബി 2 മാത്രമാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കൊല്ലം മുതൽ വടക്കോട്ട് 8 ശാഖകളിലായി സ്ഥിതി ചെയ്യുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. 8 ശാഖകളെ പോലെ കാണുന്ന ഏതാണ്? അത് അഷ്ടമുടിയാണ്. 8 അല്ലെ? 8 മുടി പോലെ ഇങ്ങനെ കാണപ്പെടുന്ന നീരാളിയുടെ ആകൃതിയിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. വേമ്പനാട്ട് കായലിലെ പുന്നമടയിലാണ് പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? അത് ശരിയായ പ്രസ്താവനയാണ്. അതേപോലെ നീണ്ടകര അഴിമുഖം അഷ്ടമുടിക്കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു. അതും ശരിയാണ്. ഓപ്ഷൻ സി 2, 3 ശരി. നീണ്ടകര എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി അല്ലാത്തത്. 244 കിലോമീറ്റർ നീളമുള്ള ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് എന്ത്? പെരിയാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് ശരിയാണ്. അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് ഇടമലയാർ, മുതിരപ്പുഴ. ഇടമലയാറും മുതിരപ്പുഴയും ആരുടെ പോഷക നദികളാണ്? അത് പെരിയാറിന്റെ പോഷക നദികളാണ്. 2 തെറ്റാണ്. നമുക്ക് 2 നോക്കാം. 2 തെറ്റാണ്. അപ്പൊ ഇത് എയുമല്ല ഇതുമല്ല. 2 എന്തായാലും തെറ്റാണ്. ഒന്നുകിൽ ബി ആവാം, അല്ലെങ്കിൽ 2, 3 ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്നതാണ് എന്ത്? വേമ്പനാട്ട് കായൽ എന്ന് പറയും. ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന പമ്പാ നദി വേമ്പനാട്ട് കായൽ പതിക്കുന്നു. അതും എന്താണ് ഇവിടെ ശരിയായ പ്രസ്താവനയാണ്. ഓപ്ഷൻ ബി. അതായത് 2 മാത്രമാണ് ഇവിടെ എന്ത്? ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് എന്ത്? മണിയാറ്. അത് കഴിഞ്ഞിട്ട് എന്താണ്? കൂത്തുങ്കൽ. അതായത് മണി അടിച്ചിട്ടാണ് കൂത്ത് നടക്കുന്നതെന്ന് ആലോചിച്ച് വെക്കുക. അപ്പൊ ആദ്യം വരുന്നത് മണിയാറാണ്. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം കാനഡ എന്നാണ് ഇവർ പറഞ്ഞത്. കാനഡയല്ലാതെ ചൈനയാണ്. അപ്പൊ ഇത് തെറ്റാണ്. തെറ്റായ പ്രസ്താവനയല്ലേ? അപ്പൊ 2 ഉള്ളത് മാത്രം നമുക്ക് നോക്കാം. 1 ഉള്ളത് പറ്റില്ല. 1 ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 2, 3 മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി അത് ഏതാണ്? അത് കുറ്റ്യാടിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദന ശേഷി എന്ന് പറയുന്നത് 780 മെഗാവാട്ട് ആണ്. ഓക്കെ, അപ്പൊ ആൻസർ 2, 3 കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്ന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് ഇത്. പറമ്പിക്കുളം വന്യജീവി ആണോ? അല്ല. അത് ഏതാണ്? പെരിയാറാണ്. പെരിയാർ വന്യജീവി സങ്കേതമാണ് നെല്ലിക്കാമ്പട്ടി എന്ന് അറിയപ്പെടുന്നത്. 1 തെറ്റാണ്. നോക്കിക്കേ, ഇതല്ല ആൻസർ. ബാക്കി എല്ലാത്തിലും 1 തന്നിട്ടുണ്ട്. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് ആന. അത് ശരിയാണ്. നമുക്കറിയാം വയനാട് വന്യജീവി സങ്കേതത്തിൽ ഏതാണ്? ആനയാണ് സംരക്ഷിക്കപ്പെടുന്നത്. അപ്പൊ 2 ശരിയാണെന്നറിയാം. അപ്പൊ എന്താണ്? 2 ഉള്ളത് കട്ട് ചെയ്യുക. ഇനി 1, 3 അല്ലെങ്കിൽ 1, 4 ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ്. പെരിയാർ വന്യജീവി സങ്കേതം എന്തിനാണ് പ്രസിദ്ധമായിട്ടുള്ളത്? അത് ടൈഗർ റിസർവും കൂടിയാണ്. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ്. തെന്മല കൊല്ലം അല്ലെ? അത് ചെന്തുരുണിയിലാണ്. അപ്പൊ അത് ശരിയാണ്. അപ്പൊ നമുക്കൊരു ഡൗട്ട് വരുന്നത് ഇത് മാത്രമാണ്. പക്ഷെ ഇവിടുത്തെ ആൻസർ നോക്കിക്കേ, ഒന്നുകിൽ 1, 3 ആകാം, അല്ലെങ്കിൽ 1, 4 ആകാം. അപ്പൊ ഏതാണ് നമുക്കിവിടെ ശരിയല്ലാത്തത്? ഇവിടുത്തെ പ്രസ്താവന എന്ന് പറയുന്നത് നമുക്ക് തെറ്റായതല്ലേ വേണ്ടത്. അപ്പൊ അത് 1, 3 തെറ്റെന്ന് പറയുന്നത്. ഓപ്ഷൻ എ 1, 3. അങ്ങനെ നമുക്ക് എല്ലാ പ്രസ്താവനകളും അറിഞ്ഞുകൊണ്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പൊ എന്ത് ചെയ്യുക? മാക്സിമം എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഉത്തരം നമുക്ക് അറിയാൻ പാടില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടും. ലോക പൈതൃക പട്ടികയിൽ കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച്
ശരിയായ പ്രസ്താവനയാണ്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് ഇത്, ഇരവികുളം ദേശീയോദ്യാനം. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടി ജ്വാല. ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവന. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം മത്തിയാണോ? അല്ല, അത് കരിമീനാണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം എന്ന് പറയുന്നത്. ഒന്ന് തെറ്റാണ്. ഓക്കെ, യോജിക്കാത്ത പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒന്നുള്ളത് മതി നമുക്ക്. ഒന്നുകിൽ 1, 3 അല്ലെങ്കിൽ 1, 4. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് എന്ത്? പ്രധാനമന്ത്രി മത്സ്യ സമ്പത്ത് യോജന. പഠിച്ചു വെക്കൂ, അതെന്തായാലും ശരിയാണ്. ഇവിടെ ആ ഒരു ഓപ്ഷൻ നമുക്ക് എന്തായാലും ഇല്ല. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നമാണ് ജങ്കു, അതും ശരിയാണ്. കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല കുഫോസ് തിരുവനന്തപുരത്തല്ല, അത് എറണാകുളം ജില്ലയിലാണ്. അപ്പൊ ഇതെന്താണ്? ഇതും തെറ്റാണ്. നമുക്ക് വേണ്ടത് ഓപ്ഷൻ എ 1, 4 തെറ്റെന്ന് പറയുന്നത്. ഗോദവർമ്മ രാജയെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായ പ്രസ്താവനകളാണ് വേണ്ടത്. ശരിയാണേ വേണ്ടത്. കേരള സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റ് ആണ്. പഠിച്ചു വെച്ചോ, കേരള സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റ് ആണ് ഗോദവർമ്മ രാജ. ഒക്ടോബർ 13 ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് കേരള സർക്കാർ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. കേരള വിനോദസഞ്ചാരത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഗോദവർമ്മ രാജയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനത്തിന് വേണ്ടിയൊക്കെ യത്നിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. അതായത് ഓപ്ഷൻ ഡി എല്ലാം ഇവിടെ ശരിയാണ്. ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണ് ആര്? PT ഉഷ. ഓക്കെ, ഷൈനി വിൽസൺ അല്ല. തെറ്റാണൊന്ന്. അപ്പൊ നമുക്ക് എന്താ ശരിയായതല്ലേ വേണ്ടത്? ഒന്നല്ല എന്ന് മനസ്സിലായി. എല്ലാം ശരിയാണെന്നെല്ലാം ഒന്നുണ്ട്. അപ്പൊ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി 2, 3. ഒളിമ്പിക്സ് മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് പ്രിയ ശ്രീജേഷ്. KT ഇർഫാൻ ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിന്റെ റേസ് വാക്കിംഗ് ഇനത്തിൽ യോഗ്യത നേടി. അപ്പൊ എന്താണ്? 2, 3 ശരി എന്ന് പറയുന്നത്. ടോക്കിയോ ഒളിമ്പിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ പാരീസ് ഒളിമ്പിക്സ് വായിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവുള്ളൂ. 51ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ. 47 മുതുകുളം പ്രസംഗം ശരിയാണ്. 59 വിമോചന സമരം ശരിയാണ്. ഭാരതകേസരി എന്നറിയപ്പെട്ടു ശരിയാണ്. 35 കോഴഞ്ചേരി പ്രസംഗം ആരാണ്? C കേശവനാണ്. ഓക്കെ, അപ്പൊ ആൻസർ ഏതാണ്? 1, 2, 3 ഇവിടെ ശരിയായ പ്രസ്താവന. സവർണ ജാഥ 1924 നവംബർ 1. അതൊക്കെ പഠിച്ചു വെക്കണേ. കുമാരഗുരുവിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെട്ടു ശരിയാണ്. പ്രത്യക്ഷ രക്ഷാദൈവ സഭയുടെ സ്ഥാപകനാണ്. വെടിയാട്ട് അടിലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് 3 നമ്മൾ കോമൺലി കേട്ടിരിക്കുന്ന സാധനമാണ്. അടിലഹളയുമായി ബന്ധപ്പെട്ടതാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ക്രിസ്തീയ സമുദായത്തിൽ നിലനിന്നുകൊണ്ട് ജാതി ഉച്ചനീചങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു. ഇത് മാത്രമാണ് ഡൗട്ട് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. VT ഭട്ടതിരിപ്പാട് നാനാജാതി മതസ്ഥർ ഒന്നിച്ചു താമസിക്കുന്ന കൊടുമുണ്ട കോളനി എന്ന ആശയം. അപ്പൊ പഠിച്ചു വെക്കുക, കൊടുമുണ്ട കോളനി VT ഭട്ടതിരിപ്പാടാണ്. ഘോഷാ ബഹിഷ്കരണം, വിധവാ വിവാഹത്തിന് തുടക്കം, മിശ്ര വിവാഹത്തിന് തുടക്കം കുറിച്ചു. ഇതെല്ലാം എന്താണ്? ശരിയായ പ്രസ്താവനകളാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സംഘടനകളാണ്. സമത്വ സമാജം നമുക്ക് കാണുമ്പോഴേ നമുക്കറിയാം അതേതാണ്? വൈകുണ്ഠസ്വാമിയാണ്. സോ ഒന്നുള്ളതെല്ലാം അങ്ങ് കട്ട് ചെയ്തു. ആൻസർ ഏതാണ്? 2, 3, 4. അരയ സമുദായം, ജ്ഞാനോദയം സഭ, കൊച്ചി പുലയ മഹാസഭയൊക്കെ പണ്ഡിറ്റ് KP കറുപ്പന്റേതാണ്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ ശരിയായ ജോഡി കണ്ടെത്തുക. അരുവിപ്പുറം പ്രതിഷ്ഠ എന്നാണ്? അരുവിപ്പുറം പ്രതിഷ്ഠ 1888 അരുവിപ്പുറം പ്രതിഷ്ഠ. 1C. ബാക്കി 2 ഓപ്ഷൻ ഒന്ന് കട്ടേ. അടുത്ത ഏതാണ്? ടാഗോറിന്റെ സന്ദർശനം, ഗുരുവിന്റെ സമാധി. ഏറ്റവും നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറയുന്നത് ഗുരുവിന്റെ സമാധി ആയിരിക്കും. 4 ഗുരുവിന്റെ സമാധി എന്ന് പറയുന്നത് ഏതാണ്? അത് 1928 അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്ത് നോക്കിക്കോ. ഓപ്ഷൻ C ആണ് ആൻസർ. ഗാന്ധിജിയും ഗുരുവുമായിട്ട് കണ്ടുമുട്ടിയത് എന്നാണ്? ഗാന്ധിജിയുടെ സന്ദർശനം 1925 ഗാന്ധിജി വന്ന് കണ്ടുമുട്ടിയത്. ഓക്കെ, ഇനി ടാഗോറിന്റെ സന്ദർശനം എന്നായിരുന്നു? 1922 അപ്പൊ ആൻസർ വരേണ്ടത് ഓപ്ഷൻ C ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. 1892 ചട്ടമ്പി സ്വാമികൾ എന്താണ്? വിവേകാനന്ദനും ചട്ടമ്പി സ്വാമികളും കണ്ടുമുട്ടി. 1 ശരിയാണ്. ചട്ടമ്പി സ്വാമികൾ രചിച്ച നവമഞ്ജരി ശ്രീനാരായണ ഗുരുവിന് സമർപ്പിച്ചു. അത് അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. നവമഞ്ജരി രചിച്ച ശ്രീനാരായണ ഗുരുവാണ്. അത് അദ്ദേഹം ആർക്ക് കൊടുത്തു? ചട്ടമ്പി സ്വാമികൾക്കാണ് കൊടുത്തത്. അപ്പൊ 2 തെറ്റാണ്. ഓക്കെ, 2 തെറ്റെന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാം കട്ട് ചെയ്യാം. 1, 3 ആൻസർ. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു ആര്? തൈക്കാട് അയ്യാ ഗുരു. അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത്.
സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വില്ലുവണ്ടി സമരം നടത്തിയത് 1915. തെറ്റാണ്. വില്ലുവണ്ടി സമരം എന്നാണ് 1893 വില്ലുവണ്ടി സമരം. കല്ലുമാല സമരമാണ് 1915. അപ്പൊ ഇത് രണ്ടും തെറ്റാണ്. ഒന്ന് നമുക്ക് എന്താണ് വേണ്ടത്? ശരിയായത്. അപ്പൊ ഒന്നുള്ളതൊക്കെ നമുക്കറിയാം തെറ്റാണെന്ന്. 3ഉം 4ഉമാണ് ശരി. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു കണ്ടോ. ഈ സ്റ്റേറ്റ്മെന്റിൽ ബാക്കി ഒന്നും അറിഞ്ഞില്ലെങ്കിൽ ഈ ഒന്നാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. 1937 അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലയ രാജാവ് എന്ന് വിളിച്ചു. അപ്പൊ പഠിക്കുക, ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയത് 37 സാധുജന പരിപാലന സംഘം ആരംഭിച്ചതും ആരാണ്? അയ്യങ്കാളിയാണ്. നെക്സ്റ്റ് നോക്കാം. തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ. 1891 ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ ആണോ? അല്ല, അത് 1896 ഈഴവ മെമ്മോറിയൽ. ഒന്ന് തെറ്റാണ്. ശരിയായ പ്രസ്താവനയല്ലേ? അപ്പൊ എന്താണ്? എല്ലാം ശരിയാണെന്നുള്ള ഓപ്ഷൻ നമുക്ക് വെട്ടാം, ഒന്ന് മാത്രം ശരിയെന്നുള്ള ഓപ്ഷൻ വെട്ടാം. ഇനി എന്താണ്? 1896 ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിലാണ് മലയാളി മെമ്മോറിയൽ. ഇവിടെ ഏതാണ്? 1891 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാ തന്നിരിക്കുന്നത്. രണ്ടും എന്താണ്? തെറ്റാണ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ C 3 മാത്രമാണ് ഇവിടെ ശരിയായ പ്രസ്താവന. 1932 സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായം ചേർന്ന് നടത്തിയതാണ് എന്ത്? നിവർത്തന പ്രക്ഷോഭം. അക്കമ്മ ചെറിയാനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താൻ. അക്കമ്മ ചെറിയാൻ എന്താണ്? തിരുവിതാംകൂറിലെ ഝാൻസി റാണിയാണ്. തിരുവനന്തപുരത്തെ ജവാൻ ഓഫ് ആർക്കാണ്. അക്കമ്മ ചെറിയാന്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം. ഇവിടെ എല്ലാം ശരിയാണ്. അപ്പൊ അക്കമ്മ ചെറിയാന്റെ ആത്മകഥ ജീവിതം ഒരു സമരം. വാഗ്ഭടാനന്ദൻ എന്താണ്? വാഗ്ഭടാനന്ദന്റെ ഏതായിരുന്നു? നമുക്ക് പഠിക്കുന്നതാണല്ലോ. ഇവിടെ ഏറ്റവും നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് VT ഭട്ടതിരിപ്പാട് അല്ലെ. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭയാണെന്ന് നമുക്കറിയാം. പിന്നെ എന്താണ്? വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജമാണ്. ഓക്കെ. സഹോദരൻ അയ്യപ്പൻ ഏതാണ്? സഹോദര പ്രസ്ഥാനമാണ്. വാഗ്ഭടാനന്ദൻ ഏതാണ്? ആത്മവിദ്യാസംഘമാണ്. അപ്പൊ ആൻസർ പറയുന്നത് ഓപ്ഷൻ C ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനമാണ് നൽകുന്നത്? 20% നൽകുന്നത് ആമസോൺ മഴക്കാടുകളാണ്. സ്പോട്ട് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണോ? സ്പോട്ട് ഫീവർ ആണ്. ഏതാണ്? അത് റിക്കറ്റ്സിയാണ്. റിക്കറ്റ്സിയ. മനുഷ്യരിലെ നൈട്രോജനിക വിസർജന പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏതാണ്? കരളാണ്. ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? നൈട്രജൻ ആണ്. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിന്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്? ഓക്സിജൻ പുറത്തേക്ക് വിടുമെന്നറിയാം നമുക്ക്. അത് ഏതാണ്? ജലം H2O. അത് വിഘടിച്ചിട്ടാണ് ഓക്സിജൻ പുറത്തേക്ക് വരുന്നത്. കുടിവെള്ളത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ് ഏത്? നമുക്കറിയാം കുടിവെള്ളത്തിലൂടെയാണ് പകരുന്നത് ടൈഫോയിഡ്. കേരളത്തിലെ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശമാണ് എന്ത്? തട്ടേക്കാട്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കിഴങ്ങുവിള അത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഓക്കെ. കിഴങ്ങുവിള തിരുവനന്തപുരം. തോട്ടവിള എവിടെയാണ്? കാസർഗോഡാണ്. സങ്കര ഇനം നെല്ലിന് ഉദാഹരണമാണ് ഏത്? അന്നപൂർണ. പയർവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയയാണ് ഏത്? റൈസോബിയം. ഓക്കെ. നൈട്രജൻ ഫിക്സേഷൻ സഹായിക്കുന്ന മറ്റൊരു ബാക്ടീരിയയാണ് അസറ്റോബാക്ടർ എന്ന് പറയുന്നത്. പയറുവർഗത്തിലുള്ളത് റൈസോബിയം ആണ്. ഓക്കെ. എന്താണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. ആറ്റത്തെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അതിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആറ്റത്തിന്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ്. നമുക്കറിയാം ആറ്റത്തിന്റെ കൂടുതൽ ഭാഗവും എന്താണ്? ശൂന്യമായ സ്ഥലങ്ങളാണ്. അതേപോലെ തന്നെ ആറ്റം എന്താണ്? വൈദ്യുതപരമായി നിർവീര്യമാണ്. അതും ശരിയാണ്. ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. അത് തെറ്റല്ലേ? ആറ്റത്തെ എന്താണ്? നമുക്ക് വീണ്ടും വിഭജിച്ച് പ്രോട്ടോൺ സബാറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയും. പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഏതാണ്? 1ഉം 2ഉം ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ 1ഉം 2ഉം ഉള്ളത് നോക്കുക. ഓക്കെ. അപ്പൊ ഏതാണ്? ഇതല്ല. ഇനി ഏതാണ്? ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. അത് തെറ്റാണ്. അപ്പൊ ആൻസർ വരേണ്ടത് ഓപ്ഷൻ B 1, 3, 4 ഇതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? ഇത് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇവിടെ ലോകമെന്ന് ചോദിച്ചത് കൊണ്ടാണ് ക്യാൻസൽ ചെയ്തത്. അപ്പൊ നമുക്കറിയാം കലാമിൻ ഏതിൻ്റെതാണ്? സിങ്കിൻ്റെതാണ്. ഇനി നെക്സ്റ്റ് നോക്കാം. മൂലകങ്ങളെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏത്? ത്രികങ്ങൾ ഏതാണ്? ഡോബറേനിയൻ ട്രൈറ്റ്സ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അത് ഏതാണ്? ഓപ്ഷൻ 1, 4 അഷ്ടകങ്ങൾ ന്യൂലാൻഡ്സിന്റെ ഒക്ടേവ്സ് എന്നാ പഠിക്കുന്നത്. ആറ്റോമിക ഭാരം അടിസ്ഥാനമാക്കിയിട്ട് ആരായിരുന്നു? മെൻഡലേവും. ആറ്റോമിക നമ്പർ അടിസ്ഥാനമാക്കിയിട്ട് മോസ്ലിയും ആയിരുന്നു. ഓപ്ഷൻ C ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എറിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഇത് ഏത് വാതകമായിരിക്കാം? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ.
ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ തെറ്റായ ജോഡി, തെറ്റായതാണ് നമുക്ക് വേണ്ടത്. ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററിയാണ്. ടാനിക് ആസിഡ് എന്താണ്? മഷിത്തുകൽ എന്നിവയുടെ നിർമ്മാണമാണ്. അസറ്റിക് ആസിഡ് രാസവളങ്ങളുടെ നിർമ്മാണം, ഇതാണ് തെറ്റ്. സിട്രിക് ആസിഡ് എന്ന് പറയുന്ന ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാനാണ്, ഇതും ശരിയാണ്. സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ സോണാറിൽ ഏതാണ്? അൾട്രാസോണിക് ആണ്. ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥാനം മൂലം സ്ഥിതികോർജം, ചലനം മൂലം ഗതികോർജം. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിന്റെ പേരാണ് എന്ത്? പ്രകീർണനം. താഴെ പറയുന്നതിൽ ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സെൽഷ്യസ്, കെൽവിൻ, ഫാരൻഹീറ്റ് നമ്മൾ പഠിക്കുന്നതാണ്. പാസ്കൽ ആണ് അല്ലാത്തത്. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരത്തെ പറയുന്ന പേരാണ് എന്ത്? പ്രവേഗം. നെക്സ്റ്റ് 20 ക്വസ്റ്റ്യൻ മാത്സ് ആണ്, നമുക്ക് ചെയ്ത് നോക്കാം. ഏത് സംഖ്യയുടെ 40% 32 എന്ന് പറയുന്നത്? അപ്പൊ നമുക്ക് ഇങ്ങനെയല്ലേ നമുക്ക് ചെയ്യാൻ എളുപ്പം. 40% 32 ആണെങ്കിൽ 100% എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഡയറക്റ്റ് ക്രോസ് ചെയ്യുക. എന്ത് ചെയ്യുക? 2 ഉള്ളതിനെ മുകളിൽ എഴുതുക. 100 × 32 ഡിവൈഡ് ബൈ ഒരെണ്ണം ഉള്ളതിനെ താഴെ എഴുതുക. നേരെ കട്ട് ചെയ്യുക. 32ഉം 0 കട്ടായി പോയി. 32ഉം 4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4 32, 8 തവണയാണ് 32 വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും? 8 × 10 എന്ന് പറയുന്നത് 80. അതായത് 80 എന്ന സംഖ്യയുടെ 40% എന്ത്? 32 എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. 14ന്റെയും 16ന്റെയും ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ, ഏറ്റവും ചെറുത്, അതായത് എന്താണ്? LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. 14ന്റെയും 16ന്റെയും LCM കണ്ടുപിടിക്കാം. 2 കൊണ്ട് ചെയ്യാം. 7 തവണ 8. ഇനി ഇതിനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. 8 ഇനി എന്ത് ചെയ്യണം? ഇതിനെ എല്ലാത്തിനെയും കൂടി അങ്ങ് ഗുണിക്കുക. 8 × 7 × 2 ഇതാണ് LCM എന്ന് പറയുന്നത്. 8 × 7 56, 56 × 2 എന്ന് പറയുമ്പോൾ 112. അപ്പൊ 14ന്റെയും 16ന്റെയും ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 112 ആണ്. നെക്സ്റ്റ് നോക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2 3/4 + 1 1/2 + 2 1/4 - 3 1/2 മിക്സഡ് ഫ്രാക്ഷനാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചെയ്യാനുള്ള എളുപ്പവഴി എന്ന് പറഞ്ഞാൽ ഈ ഫ്രാക്ഷൻ എല്ലാത്തിനെയും എന്ത് ചെയ്യുക? ഇല്ലാത്ത എല്ലാം കൂടി ഒരുമിച്ച് എഴുതാം. 2 + 1 + 2 - 3 പ്ലസ് ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുക? ബാക്കി എല്ലാത്തിനെയും കൂടി എടുത്ത് എഴുതുക. 3/4 + 1/2 + 1/4 - 1/2 പ്ലസ് 1/2 - 1/2 ക്യാൻസൽ ആയി പോയി. 3ൽ നിന്ന് അല്ലെ 3 1 എത്രയാണ്? 4 ആണ് അല്ലെ. 4 4/4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 1 ആണെന്ന് അറിയാം. ഇവിടെ നോക്കിക്കേ, 2 1 3, 3 2 5, 5ൽ നിന്ന് 3 കുറക്കുമ്പോൾ ഇവിടെ 2 വരും. 2 + 1 എന്ന് വരും. ബാക്കിയായിട്ട് ആൻസർ വരേണ്ടത് 3 ആണ്. ഓപ്ഷൻ ബി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 600ന്റെ 8% എത്ര? 600ന്റെ 8% 600 × 8/100 ചെയ്താൽ മതി. കട്ടായി പോകും. 8 × 6 എന്ന് പറയുന്നത് 48 ആണ് 600ന്റെ 8% എന്ന് പറയുന്നത്. ഒരു ചതുരത്തിന്റെ വിസ്തീർണം 64 ചതുരശ്ര സെന്റിമീറ്റർ ആയാൽ വശത്തിന്റെ നീളം, ചതുരത്തിന്റെയാണ് ചോദിച്ചിരിക്കുന്നത്, സമചതുരത്തിന്റെയാണ്. സമചതുരത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് a² ആണ്. a² 64 ആണെങ്കിൽ a എന്ന് പറയുന്നത് എത്രയാണ്? 8 ആയിരിക്കും. 8 × 8 അല്ലേ 64. അതായത് 8 സെന്റിമീറ്റർ വശമുള്ളൊരു സമചതുരമാണെങ്കിൽ മാത്രമാണ് എന്തെന്ന് പറയുന്നത്? അതിന്റെ വിസ്തീർണം 64 ആകുന്നത്. അപ്പൊ അതിന്റെ വശം എന്ന് പറയുന്നത് എത്ര വരും? 8 സെന്റിമീറ്റർ ആണ് എന്ത് വരുന്നത്? നമ്മുടെ സമചതുരത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്താണ് 81 ആണ് പറയുന്നതെങ്കിൽ എത്രയായിരിക്കും? 9 ആയിരിക്കും അല്ലെ. 8ന്റെ സ്ക്വയർ ആണ്, അല്ല 9ന്റെ സ്ക്വയർ ആണ് 81. ആ ഒരു രീതിയിൽ നമ്മൾക്കത് ചെയ്യാനായിട്ട് പറ്റും. 0.45 എന്ന ദശാംശ സംഖ്യയുടെ ഭിന്നസംഖ്യാ രൂപം. 45 0.45 എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 45/100 എന്ന് എഴുതാൻ പറ്റും. 45/100 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അത് ഇവിടെ തന്നിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 5 കൊണ്ട് കട്ട് ചെയ്യാം. 9/20 എന്ന് വരും. ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇനി 0.3 + 0.32 + 2.13 എത്രയാണ്? ഡയറക്റ്റ് കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? 0.3 പോയിന്റ് എല്ലാം ഒരുമിച്ച് എഴുതണം കേട്ടോ. 2.13 ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ എത്ര വരും? 3 2 5 ആണ്. 3 3 6, 6 1 7, 0.2 2.75 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സുധീർ ഒരു അലമാര 13,600 രൂപയ്ക്ക് വാങ്ങി. യാത്രാ ചെലവ് 400 രൂപ. അയാൾ അലമാര 16,800 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? അപ്പൊ നമുക്കറിയാം 13,600 രൂപയ്ക്ക് മേടിച്ചു എങ്കിൽ പോലും 400 രൂപ അതിന് ചെലവാക്കിയിട്ടുണ്ട്. അപ്പൊ ആൻസർ വരേണ്ടത് എത്രയാണ്? 14,000 രൂപയാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അതായത് അയാൾ മുടക്കിയ തുക എന്ന് പറയുന്നത് 14,000 ആണ്. പക്ഷെ അയാൾ എത്ര രൂപയ്ക്ക് വിറ്റു? 16,800 രൂപയ്ക്ക് വിറ്റു അല്ലെ? അപ്പൊ ഇവിടെ എത്ര വരും? 2,800 നമുക്ക് അയാൾക്ക് ലാഭം കിട്ടിയത്. അത് എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്? ലാഭം എപ്പോഴും എന്തിനാണ് കണക്കാക്കേണ്ടത്? നമ്മൾ വാങ്ങിയ വില വെച്ചിട്ടാണ് ലാഭം കണക്കാക്കേണ്ടത്. ഡിവൈഡ് ബൈ 14,000 അല്ലെ? ലാഭം ഡിവൈഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100 എന്ന് വരും. 0 0 കട്ടായി, ഇവിടുത്തെ 0 ഈ 0 കട്ടായി പോയി. 14ൽ 28 2 തവണ, ഒരു 0 ഇവിടെ ഉണ്ടല്ലേ. അപ്പൊ 20% അയാളുടെ ലാഭം എന്ന് പറയുന്നത്. 5 ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്ന് സാം നേടിയ റണ്ണുകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സാമിന്റെ ശരാശരിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ശരാശരി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ശരാശരി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ് ശരാശരി എന്ന് പറയുന്നത്. അപ്പൊ തുക കണ്ടുപിടിക്കാൻ ഇതെല്ലാം കൂടി കൂട്ടിയാൽ മതി. 98 + 105 + 22 + 65 + 75 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 365 ആണ്. എണ്ണം എത്രയാണ്? 1 2 3 4 5 5 എണ്ണമാണ്. 5 ക്രിക്കറ്റ് മത്സരങ്ങൾ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ശരാശരി എന്ന് പറയുമ്പോൾ 365നെ 7 കൊണ്ട് ഹരിക്കാം. 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 7 5 35. ബാക്കി 1 ഉണ്ട്. 15ൽ എത്ര തവണയാണ് 5? 3 തവണ. അപ്പൊ 73 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. സാന്ദ്ര ഒരു സെക്കൻഡിൽ 2 മീറ്റർ സൈക്കിൾ ചവിട്ടിക്കഴിഞ്ഞാൽ 2 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം ചവിട്ടും? നമുക്ക് ഒന്നും നോക്കണ്ട. 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 1 സെക്കൻഡിലും 1 മിനിറ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. അപ്പൊ 2 മിനിറ്റ് എത്രയാണ്? 120 സെക്കൻഡ് ആണ്. അപ്പൊ ഇവിടെ എങ്ങനെ വരും? 120 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രോസ് ചെയ്യുക. 2 എണ്ണം ഉള്ളത് മുകളിൽ എഴുതുക, 1 എണ്ണം ഉള്ളത് താഴെ എഴുതുക. 120 × 2 ഡിവൈഡ് ബൈ 1 എന്ന് വരും. 120 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 240. സോ 2 മിനിറ്റ് കൊണ്ട് 240 മീറ്റർ ദൂരമാണ് ചവിട്ടുന്നത്. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ചതുരം, സമചതുരം, സാമാന്തരികം എല്ലാം എന്താണ്? ചതുർഭുജങ്ങളാണ് അല്ലെ? കൂട്ടത്തിൽ വരുന്നതാണ് ലംബകവും കൂടി കേട്ടോ. അപ്പൊ കൂട്ടത്തിൽ പെടാത്ത ചോദിക്കുമ്പോൾ ത്രികോണമാണ്. 3 7 15 അടുത്ത നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിന് ഉത്തരം കിട്ടാം. കാര്യം എന്താണ്? 3 എന്ന് പറയുന്നത് എന്താണ്? ഈ 3നോട് 3 × 2 + 1 ചെയ്യുമ്പോഴാണ് നമുക്ക് 7 കിട്ടുന്നത് അല്ലെ? ഈ 7നോട് 2 ഗുണിച്ച് 1 കൂട്ടുമ്പോഴാണ് നമുക്ക് 15 കിട്ടുന്നത്. ആ 15നോട് നമുക്ക് 2 ഗുണിച്ച് 1 ചെയ്യുമ്പോൾ നമുക്ക് 31 കിട്ടും. പക്ഷെ PSC ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ വേറെ ഏതെങ്കിലും ലോജിക്കൽ ആൻസർ, വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അത് ക്യാൻസൽ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ നോക്കുന്ന ലോജിക്ക് ആയിരിക്കില്ല, മറ്റൊരാൾ നോക്കുമ്പോൾ ഒരു വേറെ ലോജിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടും ആൻസർ ആയിട്ട് വരുമ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോകും. ബോഡ്മാസ് റൂൾ ആണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? 21 + 16 ഡിവൈഡഡ് ബൈ 2 × 4 - 5. ആദ്യം ചെയ്യേണ്ടത് ബോഡ്മാസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ ആണ്. സോ ഡിവിഷൻ ആദ്യം ചെയ്യുക. 21 + 16 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 8 ആണ്. 8 × 4 - 5 എന്ന് വരും. ഇനി എന്ത് ചെയ്യണം? 21 + 8 × 4 32 - 5 ആണ്. ഓക്കെ, അപ്പൊ ആൻസർ എത്ര വരും? 21 + 27 എന്ന് വരും. ആൻസർ വരേണ്ടത് 48 ആണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഒറ്റയാനെ കണ്ടെത്തുക. 2 5 7 8. ഇവിടെ നമുക്ക് 2 ഒറ്റസംഖ്യയും ഉണ്ട്, 2 ഇരട്ടസംഖ്യയും ഉണ്ട് അല്ലെ? അപ്പൊ ഇവിടുത്തെ ആൻസർ വരേണ്ടത് 8 ആണ്. ബാക്കിയെല്ലാം എന്താണ്? പ്രൈം നമ്പേഴ്സ്, അഭാജ്യ സംഖ്യകളാണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 8 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അമ്മയുടെയും മകളുടെയും വയസ്സുകളുടെ തുക 56 ആണ്. 4 വർഷം കഴിഞ്ഞാൽ അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിന്റെ 3 ഇരട്ടിയാകും. അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നത്. അമ്മയുടെ വയസ്സും മകളുടെ വയസ്സും തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്കിവിടെ എഴുതാം. അമ്മയുടെ വയസ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം x ആണ് എങ്കിൽ മകളുടെ വയസ്സ് എത്രയായിരിക്കും? 56 - x അല്ലേ? രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക 56 ആണ്. അപ്പൊ മറ്റൊരാളുടെ വയസ്സ് എത്രയാണ്? അത് നമുക്കറിയാം. 10 3 കൂടി കൂട്ടുമ്പോൾ 13 ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് ഒരു സംഖ്യ 3 ആണെങ്കിൽ മറ്റേ സംഖ്യ എന്താണ്? 13ൽ നിന്ന് 10 കുറച്ചാൽ മതി. അതേ കൺസെപ്റ്റ് തന്നെയാണ്. അമ്മയുടെ വയസ്സ് x ആണെങ്കിൽ മകളുടെ വയസ്സ് 56ൽ നിന്ന് x കുറച്ചാൽ മതി.
ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 4 വർഷം കഴിഞ്ഞാൽ അമ്മയുടെ വയസ്സ് എത്രയായിരിക്കും? x+4 ആയിരിക്കും. മകളുടെ വയസ്സ് എത്രയായിരിക്കും? ഇപ്പോഴത്തെ വയസ്സ് 56 - x ആണ്. 4 വർഷം കഴിയുമ്പോൾ +4, അതായത് 56 4 എന്ന് പറയുമ്പോൾ 60 - x ആണ് മകളുടെ വയസ്സ് എന്ന് പറയുന്നത്. അമ്മയുടെ വയസ്സ് x+4 ആണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? അമ്മയുടെ വയസ്സ് എന്ന് പറയുന്നത് മകളുടെ വയസ്സിന്റെ 3 ഇരട്ടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എന്ത് വന്നു? x+4 എന്ന് പറയുന്നത് 6 × 3 എന്ന് പറയുന്നത് 18, 180 - 3x എന്ന് വരും. ഈ 3x നേരെ ഇപ്പുറം കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം ഇവിടെ ഓൾറെഡി ഒരു x ഉണ്ട്, ഇതിപ്പുറം വരുമ്പോൾ +3x ആയിട്ട് മാറും, which is equal to 180 - 4 എന്ന് വരും. 4x ആണ് എന്ത്? 176. x എന്ന് പറയുന്നത് 176 / 4 എന്ന് വരും. ആൻസർ വരേണ്ടത് 44 ആണ് അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ്. x അല്ലേ അമ്മയുടെ വയസ്സ്, അപ്പൊ അമ്മയുടെ വയസ്സ് എന്ന് പറയുന്നത് 44 ആണ്. ഏറ്റവും ചെറിയ സംഖ്യ ഏത്? തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറുതാണ് ചോദിച്ചിരിക്കുന്നത്. 0.105. ആദ്യത്തെ നമ്പർ വെച്ച് നോക്കുക. ഇത് 1 ആണ്, ഇത് 5 ആണ്, ഇത് 1 ആണ്. അപ്പൊ അടുത്ത ഏതാണ്? 0 ആണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ നമ്പറിൽ ഏതാണോ ചെറുത് അതായിരിക്കും ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഏതാണ്? 0.015 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 4ന്റെ ഗുണിതമല്ലാത്ത സംഖ്യ ഏത്? 4ന്റെ ഗുണിതം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എപ്പോഴും നോക്കേണ്ടത് ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കിയാൽ മതി. ലാസ്റ്റ് 2 ഡിജിറ്റ് 4 കൊണ്ട് മൾട്ടിപ്പിൾ ആണോ നോക്കിയാൽ മതി. 4 ടേബിൾ പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്? 4, 8, 12, 16. അക്കൂട്ടത്തിൽ 14 എന്ന് പറയുന്ന ഒരു നമ്പർ വരില്ല. അപ്പൊ ഏതാണ്? ഓപ്ഷൻ ബി 214 4ന്റെ ഗുണിതമല്ല. 9×4 36 ആണ്. 12×4 48 ആണ്. ഉണ്ടോ? 64 അതേപോലെ തന്നെ 4ന്റെ ഗുണിതമായിട്ട് വരുന്ന സംഖ്യയാണ്. ഒരു കമ്പ്യൂട്ടർ ലാബിൽ 6 കുട്ടികൾക്ക് 3 കമ്പ്യൂട്ടർ ഉണ്ട്. 6 കുട്ടികൾക്ക് 3 കമ്പ്യൂട്ടർ എങ്കിൽ 24 കുട്ടികൾക്ക് എത്രയായിരിക്കും? 12 ആയിരിക്കും. 6 പേർക്ക് 3 എണ്ണാണെങ്കിൽ ഒരാൾക്ക് എത്രയാ? 2 പേർക്ക് 1 കമ്പ്യൂട്ടർ വീതമാണ്. സോ 24 പേർക്ക് എത്രയായിരിക്കണം? 12. അല്ലെങ്കിൽ ഇത് ചെയ്യാവുന്ന എങ്ങനെയാണ്? 6 പേർക്ക് 3, 24 പേർക്ക് എത്രയെന്ന് ചോദിച്ചാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 എണ്ണം ഉള്ളത് മുകളിൽ എഴുതുക, 1 എണ്ണം ഉള്ളത് താഴെ എഴുതുക, കട്ട് ചെയ്യുക. 24 മാറും, ഇത് കട്ട് ചെയ്യുമ്പോൾ 4 വരും. 4 × 3 എത്രയാണ്? 12 ആണ്. വലിയ സംഖ്യ ഏതാ? തന്നിരിക്കുന്നതിൽ 1/5, 3/10, 4/10, 4/5. നമുക്ക് ഈ 4/10 നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് കട്ട് ചെയ്ത് അതിനെ 1/5 എന്ന് എഴുതാം. 2/5 എന്ന് എഴുതാം അല്ലെ. ഇനിയിപ്പോ നോക്കിക്കേ നമ്മുടെ നമ്പേഴ്സ് 1/5, 2/5, 3/5, 3/10. 3/5 അല്ല, 4/5, 3/10. ഇത്രയുമല്ലേ തന്നിരിക്കുന്നത്. ഇക്കൂട്ടത്തിൽ വലുത് ഏതാണ്? 4/5 ആണ് വലുത്. ഇനി ഇത് തമ്മിൽ നോക്കിയാൽ പോരെ. അപ്പൊ എല്ലാം കൂടി ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് തമ്മിൽ പെയർ ചെയ്ത് നോക്കിയാൽ മതി. ക്രോസ് മൾട്ടിപ്ലൈ നോക്കുക. 4 × 10 40 ആണ്. 5 × 15, 5 × 3 55 ആണ്. ഏതിന്റെ മുകളിലാണോ വലുത് വരുന്നത് അതാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. അപ്പൊ 4/5 ആണ് വലിയ നമ്പർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വീണ്ടും ബോർഡ് മാസ് ആണ് വന്നിരിക്കുന്നത്. 5 + 4 × 8 - 6 / 2 എന്നാണ് തന്നിരിക്കുന്നത്. 5 + 4 × ആദ്യം ചെയ്യേണ്ടത് ബോർഡ് മാസിൽ ബ്രാക്കറ്റ് ആണ് ചെയ്യേണ്ടത്. 8ൽ നിന്ന് 6 കുറക്കുമ്പോൾ എത്രയാണ്? 2 / 6 എന്ന് വരും. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 5 + 4 × 2 / 6. ഇത് കട്ടായി പോവില്ല. അപ്പൊ നമുക്കിവിടെ ഇങ്ങനെ എഴുതി വെക്കാം, 4 × 2/6. ഇനി എന്ത് ചെയ്യാം? ഇതിനെ 3 കൊണ്ട് 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരും? 2 വരും. ഇവിടെ 3 വരും. ആൻസർ എന്ന് പറയുന്നത് 5 + 4/3 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 3 15, 15 + 4 എന്ന് പറയുന്നത് 19/3. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു 100 ക്വസ്റ്റ്യൻസും ഒന്ന് ഓടിച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതുക, നെഗറ്റീവ് ഒന്നും വരുത്താതെ നല്ല കൂളായിട്ടിരുന്ന് എക്സാം എഴുതുക. 1.25 മണിക്കൂറാണ് നമ്മുടെ മുന്നിലുള്ള സമയം. ആ ഒരു സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എനിക്ക് എപ്പോഴും പറ്റുന്നതാണ്, ആ സമയത്ത് നമ്മൾ ടെൻഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റില്ല. അപ്പോൾ കൂളായിട്ടിരുന്ന് പരീക്ഷ എഴുതുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.